നീ ഓർഡർ ചെയ്. ഓ, നീ അങ്ങ് ഓർഡർ ചെയ്താൽ മതി. മോൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? ഒരു 10 രൂപ കാണും. എൻ്റെ കയ്യിൽ അച്ഛൻ തന്നൊരു 50 രൂപ ഉണ്ട്. മോനൊരു കാപ്പി ഓർഡർ ചെയ്. കാപ്പി മതിയോ? എന്നൊരു ചായ പറ. ചേട്ടാ 2 ടീ. എന്തവസ്ഥയാണ് നമ്മുടെ. ഒരു ചായ കുടിക്കാൻ വേണ്ടി വീട്ടുകാരുടെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ്. ആടാ, ജോലിയില്ലാത്തവരവസ്ഥ ഇതൊക്കെ തന്നെയാ. അളിയാ, നിങ്ങളോ? എടാ നിങ്ങളോ? വാ, ഇവിടെ നിന്ന് സംസാരിക്കാം. എടാ പിന്നെ എന്തുണ്ട് വിശേഷം? നിങ്ങളൊക്കെ ഇപ്പോൾ എവിടാ? ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടേ ഇല്ല ആരെയും. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിങ്ങനെ അപ്പൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സഹായിച്ചു പോകുന്നു. അപ്പം നിങ്ങൾ ജോലിയൊന്നും നോക്കിയില്ലേ? ജോലിയൊന്നും കിട്ടിയില്ലടാ. ഞങ്ങൾ പഠിച്ച കോളേജിൽ വലിയ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ ഇപ്പം എന്താ പരിപാടി? എടാ ഞങ്ങളിവിടെ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ജോലി സെറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ പുറത്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലേ? അല്ലടാ, ഞങ്ങളിവിടെ തിരുവല്ലയിൽ തന്നെ പഠിച്ചത്. തിരുവല്ലയിലെവിടെ? എടാ തിരുവല്ല മാക്ഫാസ് കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിറങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് സെറ്റായി. നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയേ? എടാ മാക്ഫാസിൽ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെ പാസ്സാവണം എന്നുള്ള ട്രെയിനിങ് എല്ലാം അവർ തന്നെ എടുത്തു തരും. അത് മാത്രമല്ലടാ, അവർക്ക് 180+ കമ്പനീസ് ഒക്കെ ആയിട്ട് ടൈപ്പ് ഒക്കെ ഉള്ള. അപ്പം പഠിച്ചിറങ്ങുന്ന മിക്കവർക്കും അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടാറുമുണ്ട്. ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. എടാ നിനക്ക് എന്നിട്ടും വിശ്വാസമായിട്ടില്ലെങ്കിൽ ഇതൊന്ന് നോക്കിയേ. ആണല്ലേ, ഇന്ന് എൻ്റെ അനിയനെ കൂടി ഇവിടെ ഒന്ന് വിടായിരുന്നു. അവനെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ.